ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. ഇത്തവണ വന്നിരിക്കുന്നത് അവൽ വിളയിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് അവലും ശർക്കരയും തേങ്ങയും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. വീഡിയോയിലോട്ട് പോയാലോ? ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് 1.5 കപ്പ് തേങ്ങ ചിരകിയത് വേണം, അത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകിയതൊന്ന് ഡ്രൈ ആയി വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, അതിൽ വെള്ളപ്പറ്റൊന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കര ഉരുക്കിയതാണ്. ഞാനിവിടെ 3 അച്ച് ശർക്കരയും 1 കപ്പ് വെള്ളവും ചേർത്ത് ഉരുക്കി അരിച്ച് മാറ്റി വെച്ചതാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും ഫ്ലേവറിനായിട്ട് ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കര ഒന്ന് തിക്കായി വരുന്ന സമയത്ത് നമുക്ക് അവൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് അവലാണ് എടുത്തത്. 250 ml കപ്പിൽ 3 കപ്പ്. അപ്പോൾ 3 കപ്പ് അവലെടുത്തുകൊണ്ടാണ് ഇത്രയും തേങ്ങയും ശർക്കര ഉരുക്കിയതൊക്കെ ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ അവൽ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ മാറ്റം വരുത്താം. അതുപോലെ ശർക്കരയുടെ വെള്ളത്തിൻ്റെ അംശമുണ്ടാവുമല്ലോ, അതൊന്ന് വറ്റി വരുന്നവരെ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കാഷ്യൂ നട്ട്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ചേർക്കുമ്പോഴായിരിക്കും കൂടുതൽ നമ്മുടെ അവൽ വിളയിച്ചതിന് ടേസ്റ്റ് കൂടുന്നത്. അപ്പം ഞാൻ പൊട്ടുകടല വറുത്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് തേങ്ങാക്കൊത്തും കറുത്ത എള്ളുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നേരത്തെ വിളയിച്ച് വെച്ച അവലിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അവൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു 1 വീക്ക് വരെ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. പുതിയ റെസിപ്പീസും വീഡിയോസും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.